ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനം ലൂക്കാസ് സുവിശേഷം 6:45. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മയും പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്, നിൻ്റെ വാക്കുകൾ തേനറ പോലെ മധുരിക്കട്ടെ എന്ന്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. നമ്മുടെ വാക്കുകൾ മധുരിക്കുന്നതാണോ, തേൻ പോലെ മധുരിക്കുന്നതാണോ, അതോ ഒരു വ്യക്തിയെ വളർത്തുന്നതാണോ തളർത്തുന്നതാണോ എന്നൊക്കെ നമുക്കിന്ന് ഒന്ന് പരിശോധന ചെയ്യാം. ഒരുവൻ്റെ വാക്കുകൾക്ക് ഒരു വ്യക്തിയെ വളർത്താനും തളർത്താനുമുള്ള ശക്തിയുണ്ട്. അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകണമെങ്കിൽ നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നാം ഒന്ന് പരീക്ഷിച്ചാൽ മതി. ഒന്നിലധികം മക്കളുള്ള ഒരു ഭവനത്തിൽ ഒരമ്മ പലപ്പോഴും ചെയ്യാറുള്ള ഒരു തെറ്റായ ഒരു കാര്യമാണ് ഒരു മകനെ ചൂണ്ടിക്കാട്ടി മറ്റൊരു മകനോട് പറയുന്നത്, ഇവൻ മിടുക്കനാണ്, നീ ഇവനെ കണ്ടുപിടിക്കുക എന്ന്. സ്നേഹമുള്ളവരെ, ആ കേട്ടു നിൽക്കുന്ന കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ നാം അറിയാതെ തന്നെ ഒരു ആന്തരിക മുറിവിനെ നാം സൃഷ്ടിക്കുന്നുണ്ട്. താൻ ഉഷാറല്ലെന്നും തനിക്കൊന്നും കഴിയില്ലെന്നും അവൻ്റെ ഹൃദയത്തിൽ ഒരു ഫീഡിങ് നടക്കുന്നുണ്ട്. മുമ്പോട്ടും ഭാവി ജീവിതത്തിലും അവനെ അത് വല്ലാതെ ബാധിക്കും. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇതൊരു ആന്തരിക മുറിവ്, ഒരു ഇൻറ്റേർണൽ വൂണ്ടാണ്. ശരിക്കും അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അമ്മ അത് അങ്ങനെ ചെയ്യുന്നത്. ശരിക്കുമുള്ള പേരൻറ്റിംഗ് ഒന്നും കിട്ടി വളർന്നവരല്ല പഴയ തലമുറയൊന്നും. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ നമുക്ക് ബോധപൂർവമായി ഒന്ന് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരു തേൻ പോലെ മധുരിക്കുന്നതാവട്ടെ. നമ്മുടെ വാക്കുകൾ മൂലം ഇനിയൊരു വ്യക്തി വേദനിക്കാൻ ഇടവരരുത്. ലൂക്കാസ് സുവിശേഷം 6:45 അഭിഷേകം എല്ലാവരും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.